അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. ഹൃദയസ്തംഭനം മൂലമാണ്. അത് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നതിലും നല്ലത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് അന്ന സെബാസ്റ്റ്യൻ ചെറുപ്രായത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ഇത് ഈ നമ്മുടെ തൊഴിൽ മേഖലയ്ക്കെതിരെ ചൂണ്ടുന്ന ഏറ്റവും വലിയ വിരലാണ് ഈ സംഭവം. ഇതിപ്പോ അന്ന സെബാസ്റ്റ്യൻ ഇങ്ങനെ കൊല്ലപ്പെട്ടത് മാത്രം നമ്മൾ അറിയുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. ചെറിയ പ്രായത്തിൽ വളരെ മിടുകിയായിരുന്നു, കൊല്ലപ്പെട്ടു. EY കമ്പനി എന്ന് പറയുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, യുവതലമുറയ്ക്ക് ഏറ്റവും ഹരമുള്ള ജോലി എന്ന് പറയുന്നത് IT ഫീൽഡാണ്. പക്ഷെ ഇവർ ഇത് അറിയുന്നില്ല. IT ഫീൽഡിൽ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. IT ഫീൽഡിൽ അവർ ചെയ്യുന്ന വർക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആവറേജ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 14 മണിക്കൂറാണ്. 8 മണിക്കൂർ ഒരു തൊഴിലാളി വർക്ക് ചെയ്യണം എന്ന്, അതിൽ കൂടുതൽ വർക്ക് ചെയ്യിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്ന ആ നിയമമൊന്നും ഇന്നില്ല. ഇന്ന് പുതിയ നിയമങ്ങളൊക്കെ ആയി. ആ നിയമങ്ങളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പം പുതിയ നിയമങ്ങളാണ്, ഒരു പ്രയോജനമില്ലാത്ത കുറേ നിയമങ്ങൾ ഒരു 3 നിയമങ്ങളാക്കി. തൊഴിൽ നിയമങ്ങളെല്ലാം എടുത്ത് കാറ്റിൽ പറത്തി എല്ലാം പോയി. ഇന്നിപ്പം നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് കാണാനുണ്ടോ? ഏതെങ്കിലും സമരങ്ങൾ നമുക്ക് കാണാനുണ്ടോ? സമരം ചെയ്യണമെങ്കിൽ ഫാക്ടറി ഉടമയുടെ അനുവാദം ചോദിക്കണം. അതാണ് വേണ്ടത്. ഞാൻ ഒന്ന് സമരം ചെയ്തോട്ടെ ഞങ്ങൾ എന്ന് ചോദിച്ചാലേ സമരം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും. ഇവിടെ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ അങ്ങോട്ട് കയറും. അതിനകത്ത് കയറുമ്പോൾ വളരെ ആകർഷകമായ ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. കാരണം അവരെ ചെറുപ്പത്തിൽ, അതായത് ഒരു 20 വയസ്സിലൊക്കെ 21 വയസ്സിലൊക്കെയാണ് പലരും കയറി പോകുന്നത്. അവരങ്ങോട്ട് കയറുമ്പോൾ അവർക്ക് അന്ന് മാസം കയ്യിൽ ഒരു 40,000 രൂപ. അപ്പോൾ ഒരു 21 വയസ്സുകാരനല്ലേ, 21 വയസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം 40,000 രൂപ മാസം കയ്യിലോട്ട് കിട്ടുമ്പോൾ അവരൊരു വണ്ടർ വേൾഡിലാണ്, അത്ഭുത ലോകത്ത് അവർ അകപ്പെടുകയാണ്. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ അവർ നശിച്ചുകൊണ്ടിരിക്കുന്ന അവരറിയുന്നില്ല. അവർ വിഷം തിന്നുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഈ 40,000 രൂപ വാങ്ങുമ്പോൾ അവർ വിഷം തിന്നുകയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പം 35,000 ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. 30,000 35,000 ഒക്കെ ഉള്ളു, അതിൽ കൂടുതലൊന്നും വരത്തില്ല. എന്നാലും ഞാൻ 40,000 എന്ന് പറഞ്ഞെന്നല്ലേ. ഇത് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ഈ സമൂഹത്തില് പ്രതിബദ്ധത, അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും നഷ്ടപ്പെടുന്നു, അവരെ വീടിനോടുള്ള പ്രതിബദ്ധത പോലും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ പോകുന്ന പെൺകുട്ടികൾ അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ എളുപ്പമാണ് അല്ല. കാരണം അവർക്ക് അവരെ അച്ഛനോ അമ്മയോ പറയുന്നത് പിന്നെ കേൾക്കണ്ട. കാരണം അവരച്ഛൻ്റെയോ അമ്മയുടെയും ചെലവിലല്ല കഴിയുന്നത് എന്ന് 21 വയസ്സിൽ തന്നെ ഒരു തോന്നലുണ്ടാവും. അതോടുകൂടി അവർ കൈവിട്ടു പോവുകയാണ്. കാരണം അത് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് അവരുടേതായ പ്രിഫറൻസ് ആണ് വിവാഹത്തിനൊക്കെ. മുമ്പ് അങ്ങനല്ല നമ്മുടെ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത്. അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ നല്ലൊരു വിവാഹം നോക്കി വെച്ചാൽ അത് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അല്ലെ അത് ചെറുപ്പക്കാരെ പിള്ളേരെ ഇഷ്ടപ്പെടുന്നു, ആൺപിള്ളേരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ന് അവരുടേതായ ലോകത്തേക്ക് അവർ ഒതുങ്ങുകയാണ്. എല്ലാവരും ഇൻട്രോവേർട്സ് ആയിട്ട് അങ്ങ് മാറുകയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്, ഒതുങ്ങുകയാണ്. അതായത് ഈ ജോലി ചെയ്യുന്ന സമയം ഒഴിച്ച് ബാക്കി സമയം ഒരു മൊബൈലില്. വേറെ അവർക്ക് പൊതുജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ആകെപ്പാടെ ബന്ധമുള്ളത് അവിടെ കാണുമ്പോൾ അവിടെ ഈ സ്ഥാപനത്തോട് ചേർന്നുള്ള കോഫി ഷോപ്പിലോ എങ്ങാനും കാണുന്ന ആ കൂടെ ജോലി ചെയ്യുന്ന കുറെ ആളുകളെ അല്ലാതെ ഇവർ വേറെ ആരെയും കാണുന്നില്ല സമൂഹത്തിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് നാടിനോട് യാതൊരു ബാധ്യതയില്ല, സമൂഹത്തോട് ഒരു ബാധ്യതയില്ല, സ്വന്തം വീടിനോട് ബാധ്യതയില്ല. ഈ രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ഇത് മാത്രമല്ല, അതിപ്പോ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. അതായത് ഇതിൽ പോകുന്ന എത്ര പെൺകുഞ്ഞുങ്ങൾ ഇന്ന് കല്യാണം കഴിക്കാൻ തയ്യാറാവും. അവര് ചോദിക്കും, എന്തിനു വിവാഹം, എന്തിനാ ഈ ബാധ്യത പിടിച്ചു വെക്കുന്നത് എന്ന് ചോദിക്കും. ഈ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാ ഓരോ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പൊ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ 2 പെൺമക്കൾക്കും അവർ വളരെ ഫ്ലൈയിങ് കളേഴ്സിൽ ട്രിവാൻഡ്രം CET പാസ് ഔട്ട് ആയവരാണ്. അവർക്ക് എൻ്റെ ഇളയ മോക്കാണെന്നുണ്ടെങ്കിൽ 2 വലിയ ഓഫറാണ് അന്ന് പ്ലേസ്മെന്റ് വന്നത്. ഞാൻ പറഞ്ഞു അതിപ്പോൾ പോകേണ്ട കാര്യമില്ല.
ഈ പ്ലേസ്മെന്റ് വാങ്ങിയിട്ട് നീ ഒന്ന് ഹയർ സ്റ്റഡീസിന് പോയിക്കോളൂ, നല്ല മിടുക്കിയാ പഠിക്കാൻ പോയിക്കോളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു നല്ല വിവാഹം നോക്കാം. ഉടനെ വിവാഹം പറ്റുന്നില്ല എന്ന് അത് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതിനെ വിട്ട് കഴിഞ്ഞാൽ ഇതിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം, ഞാൻ വിവാഹം ആലോചിച്ച് റെഡിയാക്കി ഒക്കെ വെക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ കല്യാണം കഴിക്കുക. അതിനുശേഷം അവനും കൂടെ സമ്മതിക്കുന്നെങ്കിൽ നീ ഏത് ജോലിക്ക് പൊക്കോളൂ, എനിക്കിതിന് സമയമില്ല, നിന്നെ കൊണ്ട് നടക്കാനൊന്നും എനിക്ക് സമയം സൗകര്യം ഇല്ല, എനിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട് എന്ന് ഞാൻ അതിനെ ബോധ്യപ്പെടുത്തിയിട്ട് അതിന് വിവാഹം കഴിച്ചു കൊടുത്തു. സുഖമായിട്ട് 2 കുട്ടികളുമായിട്ട് താമസിക്കുന്നു, ഭർത്താവുമായിട്ട് യാതൊരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവി നശിച്ചൊന്നുമില്ല. അത് എൻ്റെ മൂത്ത മകളോടൊപ്പം അതിൻ്റെ ജോലിയിൽ പങ്കാളിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതെ സസുഖം ജീവിക്കുന്നുണ്ട്. അവർ നല്ല കുടുംബ ജീവിതവും അതിനുണ്ട്. എൻ്റെ മൂത്ത മകളുടെ കാര്യവും ഇത് തന്നെ. ഒരു ബാങ്കിങ് മേഖലയിലുള്ള ഒരു വലിയൊരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരായിട്ട് ആദ്യം അതിൻ്റെ നിർബന്ധം കൊണ്ടാണ് ചേർന്നോളാൻ ഞാൻ പറഞ്ഞത്. ചേർന്ന് കഴിഞ്ഞ് 1 വർഷം കൊണ്ട് അതിൻ്റെ നട്ടലൊടിയുന്നതായിട്ട് അതിന് മനസ്സിലായി. ഞാനും പറഞ്ഞു, നീ ഇതിനെന്തിനാ പോകുന്നത്? മാത്രമല്ല ഈ മേഖലയിലുള്ള കളിപ്പീരുകളും ചതികളും നീ മനസ്സിലാക്കണം. കാരണം അത് ഞാൻ ബാങ്കിൻ്റെ ഒന്നും ഞാൻ പേര് പറയുന്നില്ല, അത് കാരണം അത് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിന് അവിടുത്തെ അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ അങ്ങ് ആ പഴയ വിഷമമായി. ഞാൻ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി റിസൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. അത് രാജിവെച്ചു. ഇപ്പൊ സുഖമായിട്ട് അത് സിനിമയ്ക്ക് ഇഷ്ടംപോലെ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നു, ഒരു കുഴപ്പമില്ല. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു, വേറെ റൈറ്ററായിട്ട് ഒരുപാട് സിനിമയിൽ ഇരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, അന്തസ്സായിട്ട് കഴിയുന്നു. ഇത് ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവം പറഞ്ഞത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാനാണ്. കാരണം ഇതുപോലെ എല്ലാവരും പെൺപിള്ളേരെ ജോലിക്ക് അയക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ജോലിക്ക് അയക്കുന്നതോടൊപ്പം അവർക്കൊരു കുടുംബജീവിതം ഉണ്ടാവാനുള്ള മാർഗം കൂടെ നോക്കിയാൽ ഇവരുടെ ഈ ഭാരമുണ്ടല്ലോ, അമിത ഭാരം കുറെ പങ്കാളിയിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതൊന്ന് വീതിച്ചു കൊടുത്താൽ എങ്കിലും ഈ കുട്ടികൾ രക്ഷപ്പെടും. ഇവിടെ ഇപ്പൊ എന്താണെന്നറിയും, അതായത് ഏറ്റവും കുറഞ്ഞത് കേട്ടോ, അവര് ഒരു വലിയ വിദഗ്ധൻ പറഞ്ഞേക്കുന്നത്, IT മേഖലയിലെ ഒരു വിദഗ്ധൻ എന്നറിയപ്പെടുന്ന ആൾ പറയുന്നത് ആഴ്ചയിൽ 70 മണിക്കൂർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, 70 മണിക്കൂർ മിനിമം ജോലി ചെയ്തിരിക്കണമെന്ന്. ആഴ്ചയിൽ 70 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം 10 മണിക്കൂർ ആവറേജ്, 7 ദിവസം. ഈ 7 ദിവസം ഇല്ല, ഒരു ദിവസം അവധിയാണെന്നിരിക്കട്ടെ, അപ്പൊ 12 മണിക്കൂറായി. 12 അല്ല, 13 മണിക്കൂർ വരും. ഇതൊക്കെ വിളിച്ച് പൊലമ്പാൻ എളുപ്പമാണ്. മാത്രമല്ല ഇങ്ങനെ പോകുന്ന ഒരു കൂപമണ്ഡൂകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കിണറ്റി കിടക്കുന്ന തവളകൾ. അവർക്ക് ലോകം അറിയില്ല, സമൂഹത്തെക്കുറിച്ച് അറിയുന്നില്ല, അതിന് ആവശ്യമില്ല അവർക്ക്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്നില്ല, ഇവിടുത്തെ ഭരണം എങ്ങനെ പോകണമെന്ന് അറിയുന്നില്ല, ഭരണകൂടത്തിന്റെ ന്യൂനതകളോ അവരുടെ നന്മകളോ അവർ തിരിച്ചറിയത്തില്ല. ഇതാണ് അവരുടെ പ്രശ്നം. ഈ കൂപമണ്ഡുകളും നമ്മൾ സൃഷ്ടിക്കണം, ചിന്തിക്കണം. ഇവിടെ ഒരു വലിയ വിദഗ്ധൻ കേട്ടോ, ഒരു മലയാളിയാണ്, അത് ആ പേര് ഞാൻ പറയുന്നില്ല, ഒരു അത്ര വലിയ പ്രശസ്തനായ ഒരാളാണ്, ഈ IT ഫീൽഡിലുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് ചോദിക്കുക, കേരള ഹൈക്കോടതി തിരുവനന്തപുരത്താണ്, അയാൾ പത്രം വായിക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു, അല്ല, പുനലൂരാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞു കൊടുത്തു. ഒരു മീറ്റിംഗ് പങ്കെടുത്തപ്പോഴാണ് എനിക്ക് അങ്ങ് നാണക്കേട് തോന്നി. എന്നിട്ട് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ അയാളുടെ സാന്നിധ്യത്തിൽ ഞാൻ അവിടെ കൂടിയ വിദ്യാർത്ഥികളാണ്, അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ദിവസം ഒരു പത്രമെങ്കിലും നിങ്ങളൊന്ന് വായിക്കണം. കാരണം നിങ്ങൾക്ക് എന്താ ലോക വിവരം വരണം, എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും കുഞ്ഞുങ്ങളെ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാറ്. ഇവിടെ അന്നാ സെബാസ്റ്റ്യന്റെ മരണം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ വല്ലാതെ ഒലച്ചതാണ്. അതിൻ്റെ ജോലിഭാരം, അമിത ജോലിഭാരം കൊണ്ട് മാനസിക രോഗം തന്നെ ഉണ്ടാവും ഒരുപാട് പേർക്ക്. കാരണം എന്താണെന്നറിയാം, ഇവർക്ക് ഉറക്കമില്ല. കാരണം അവർ പകൽ മുഴുവൻ ജോലി ചെയ്യാണ്, രാത്രി ഇരുന്ന് ലേറ്റ് നൈറ്റ് വരെ ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുകയാണ്, എന്നിട്ട് ഇത് കിടന്ന് ഉറങ്ങും, പിന്നെ കിടക്കും. അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്കം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടത്തില്ല നമുക്ക്. നമ്മളെ നമ്മുടെ TV അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറോ ഒക്കെ വർക്ക് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ അനങ്ങാതിരുന്നതിന് ശേഷം കിടക്കണം. അല്ലാതെ ഇതും കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങിയാൽ ഒരിക്കലും ഉറക്കം കിട്ടത്തില്ല. ഇത് എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു. എനിക്കിങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ എനിക്ക് ഈ സിനിമ കാണാനൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒന്ന് ആഹാരം കഴിച്ചിട്ട് ഇരുന്നൊരു സിനിമ കാണാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ കാണും, ഒരുപാട് ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ ഞാൻ കാണുന്നതാണ്, അത് കാണും.
ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്നറിയോ? അപ്പോഴത്തേക്ക് പിന്നെ പോയി കിടന്ന് ഉറങ്ങാനുള്ള സമയം ഉറങ്ങണം. നേരെ പോയി കിടക്കും. ഉറക്കത്തിലൊക്കെ കാണുന്നതെല്ലാം ഇതിലെ അടിയിടിയും സംഘടനകളും വെടിവെപ്പും അത് നോക്കിയാ കാണുന്നത്. ഇത് കാണും. അതൊക്കെ കഴിഞ്ഞ് ഉണരും. ഉണർന്നിട്ട് പിന്നെ മണിക്കൂറുകൾ എനിക്ക് ഉറക്കം കിട്ടത്തില്ല. പക്ഷെ ഞാൻ അത് എൻ്റെ ആ ശീലം ഒന്ന് മാറ്റി നോക്കി. അതായത് ഇത് 1 മണിക്കൂർ മുമ്പ് ഇത് കാഴ്ച നിർത്തിയതിന് ശേഷം ഞാൻ അനങ്ങാതിരുന്നതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും പതുക്കെ നമുക്ക് വായിച്ചതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. ഒരു കുഴപ്പമില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങൾ, ഈ ജോലി ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ല. ഉറക്കത്തിൽ അസ്വസ്ഥരാണ് അവർ. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പല്ല. എന്തിന് ഈ പണം? നമ്മൾ ചിന്തിക്കണം. കുഞ്ഞുനാളിലേക്ക് കിട്ടുന്ന ഈ പണം ഉണ്ടല്ലോ, ഇതിന്റെ പുറകെ പോകണം. ഇത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? പല കമ്പനികളും ഒരു 40 വയസ്സാകുമ്പോൾ ഇവരെ എടുത്ത് ദൂരെ കളയും. കാരണം ഇവരെ കൊണ്ടുള്ള ഇവരുടെ പിഴിഞ്ഞവരെ ചാറെടുത്ത് കഴിഞ്ഞു. മതി. ഇനി പുതിയ ബ്ലഡ് വേണം അവർക്ക്. ദേ വൺ ന്യൂ ബ്ലഡ്, ഫ്രഷ് ബ്ലഡ് അവർക്ക് വേണം. അതാണ് കാരണം. അത് അവർ നോക്കും. കാരണം അവർ കമ്പനി അവർ വളരാനേ നോക്കുള്ളൂ, അല്ലാതെ ഈ പിള്ളേരെ വളർത്താൻ അവർ നോക്കത്തില്ലല്ലോ. അതാ കാര്യം. ഈ പിള്ളേരുടെ ഇത് ഒന്നും താല്പര്യത്തിലോ വെൽഫെയറിലോ ഒന്നും യാതൊരു ഒരു കാര്യം അവർക്കില്ല. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു സ്ഥാപനങ്ങൾക്ക് അത് ഒരു വെൽഫെയർ ലെജിസ്ലേഷൻസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് കാരണം തന്നെ ഒരുപാട് ബാധ്യതകൾ സ്ഥാപനങ്ങൾക്ക് ഈ തൊഴിലാളികളുടെ മുകളിലുണ്ടായിരുന്നു. എംപ്ലോയീസിന് മേളിൽ അവർക്ക് നേരെ ഒരുപാട് ബാധ്യതകൾ ഇവർക്കുണ്ടായിരുന്നു. അപ്പൊ അതൊന്നുമില്ല, ഇവർക്കൊന്നുമില്ല. കാര്യം എന്തോ, വേണമെങ്കിൽ ജോലി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ വേറെ അടുത്ത ആളുണ്ടല്ലോ വരാൻ എന്നുള്ള കാഴ്ചപ്പാട്. ഇവിടെ തൊഴിൽ കിട്ടാത്ത ഇഷ്ടം പോലെ ആളുകളില്ലേ. അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഈ വൈ കമ്പനി ചെയ്തതെന്ന് പറയുന്നത്, ഇതിനകത്ത് മനസ്സിലാക്കിയത്, അമിത ജോലി ഭാരമാണ് ഈ പെൺകുട്ടിക്ക് കൊടുത്തത്. ഒരു നിവൃത്തിയില്ല. ഈ പെൺകുട്ടികൾക്ക് പുറകെ ഇവർക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റത്തില്ല ഒരിക്കലും. ഇതുപോലെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് പെൺകുട്ടികളാണ്, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ. അതിന്റെ കാരണമുണ്ട്. ഇനി ഇവരെ, ഞാൻ പറഞ്ഞ പോലെ, ഇവർ വിവാഹിതരാണെന്നിരിക്കട്ടെ, ആയാൽ എന്താണെന്നറിയോ അവർക്ക് പ്രശ്നം? അവരെ ഭർത്താവിന്റെ കാര്യം അടക്കം നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അതിനിടെ ഈ ജോലി ചെയ്യണം, അതിനിടെ കമ്പനിയുടെ മേലധികാരികളിൽ നിന്ന് വിളിക്കുന്ന ചെറി മുഴുവൻ കേൾക്കണം. ഇല്ലെങ്കിൽ അതും എല്ലാം കൂടെ ആയിട്ട് വളരെ സ്ട്രെസ് കൂടും. ഒരു നിവൃത്തിയില്ല. ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ടും ഇതിന് സർക്കാർ നിയമം കൊണ്ടുവരേണ്ടതാണ്. ഇപ്പൊ IT കമ്പനികളുടെ ആവശ്യം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? കമ്പനികളെല്ലാം കൂടെ പറഞ്ഞേക്കുന്നത് 14 മണിക്കൂർ ആക്കണമെന്നാണ് ഇവരുടെ ജോലി. ദിവസം 14 മണിക്കൂർ മിനിമം. ഈ 14 മണിക്കൂർ ജോലി ആക്കണമെന്ന് ഇവന്മാർ പറയാൻ ആരാ? 14 മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ ഇപ്പൊ കൊടുക്കുന്ന ശമ്പളം ഉണ്ടല്ലോ, അതിന്റെ 2.5 ഇരട്ടി കൊടുക്കണം. ഇവര് തയ്യാറാണോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ജോലി ഇല്ലാത്തത് കൊണ്ട് ആൾക്ക് ജോലി ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം തൊഴിൽ അവസരങ്ങളൊന്നും ഗവൺമെന്റ് സൃഷ്ടിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ പ്രൈവറ്റ് ഫേംസ്, IT ഫീൽഡിലൊക്കെ ഉള്ള പ്രൈവറ്റ് കമ്പനികൾ ഇവരൊക്കെ കൊടുക്കുമ്പോൾ അവര് വെച്ച് നീട്ടുന്ന ആ പണം അത് കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പോവും. കുറ്റമല്ല, കാരണം വേറെ തൊഴിൽ കിട്ടാൻ അവസരമില്ല, ഒന്നുമില്ല. അങ്ങനെ പോകുമ്പോൾ ഇതിനൊരു കടിഞ്ഞാണ് ഇടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഗവൺമെന്റിന്റെ IT സെക്ടറിൽ ഗവൺമെന്റ് തന്നെ ഒരു തീരുമാനം എടുക്കണം, എത്ര മണിക്കൂർ ഒരാളെ ജോലി ചെയ്യണം. 8 മണിക്കൂറായിട്ട്, മാക്സിമം 8 മണിക്കൂറായിട്ട് ഇവരുടെ ജോലി സമയം പരിമിതപ്പെടുത്തണം. അത് നിർബന്ധമാണ്. അത് 8 മണിക്കൂർ കൂടുതൽ പിന്നെ വീട്ടിലിരുന്ന് ജോലി, വർക്ക് ഫ്രം ഹോം, ഇത് കൂടാതെ ആ പണിയൊന്നും പറ്റത്തില്ല. അതിനുള്ള ഓരോ സെല്ല്, പരാതി പരിഹാര സെല്ല് ഓരോ സ്ഥലങ്ങളിലും വേണം, സ്ഥാപനങ്ങളിലും വേണം. പേരിന് മാത്രം പോരാ, ശരിയായ രീതിയിൽ അവർ പ്രവർത്തിക്കണം. ആ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ അന്യാസഭാഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇത് തുറന്നു പറഞ്ഞിട്ട് അവര് ഇത് എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നതെന്ന് കണ്ടു. ആ മാതാവ് പറയുന്നത് ഞാൻ കേട്ടു. വളരെ സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇതൊരാൾക്കല്ല, ഇവർക്കെല്ലാം ആണ്. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഇവരെ പിന്നെ ഒരു കമ്പനിയിൽ ഇവർക്കൊന്നും ജോലി കൊടുക്കത്തില്ല. കാരണം അവരുടെ യുവത്വം കഴിഞ്ഞു എന്നുള്ളതാണ് യൗമാരുടെ കണക്ക്. ദേ വാണ്ട് ഫ്രഷ് ബ്ലഡ്. ഞാൻ പറഞ്ഞ കാര്യം, 50 വയസ്സ് കഴിഞ്ഞ് എങ്ങോട്ട് പോകും? പെൻഷൻ ഇല്ല. ഈ കിട്ടിയ പണമൊക്കെ അതെല്ലാം പോക്കാ. കൊച്ചുനാൾ കിട്ടിയതല്ലേ, അത് മുഴുവൻ പോകും. ഒന്നുമില്ല. നമ്മുടെ ലൈഫിന്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് 85 വയസ്സോളം ഇപ്പോൾ വരും. അടുത്ത 35 വർഷം ഇവരെങ്ങനെ ജീവിക്കും? എന്ത് തൊഴിൽ ചെയ്യും? അവരെ കൊണ്ട് പിന്നെ എന്തിനു പറ്റും? ഗവൺമെന്റ് അവർക്ക് ജോലി കൊടുക്കും? ഒന്നുമില്ല. ചിന്തിക്കണം. അതുകൊണ്ട് എന്താണെന്നറിയോ,
ഇവർക്കൊക്കെ ഇപ്പൊ കൊടുക്കുന്ന ശമ്പളത്തിന്റെ അവർ ജോലി 8 മണിക്കൂർ കൊടുക്കണമെങ്കിൽ 8 മണിക്കൂറിന്റെ ശമ്പളമാണ് ഇപ്പൊ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. അവര് സ്വമേധയാ ഒരു 2 മണിക്കൂർ കൂടെ അധികം ജോലി ചെയ്യാൻ അവർ തയ്യാറാകുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവർക്ക് അധിക വേതനം കൊടുക്കണം. അത് ഓവർ ടൈം നിർബന്ധമായിട്ട് കൊടുക്കണം. ഇതൊന്നും കൊടുക്കുന്നില്ല. ഇനി ഓവർ ടൈം കൊടുത്താലും അവരെ നിർബന്ധിക്കാനേ പാടില്ല. ഒരു കാരണവശാലും 10 മണിക്കൂർ, ഈ 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ പെർമിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത്രയും ഇന്റലക്ച്വൽ വർക്ക് ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മണിക്കൂർ ഇവർ വർക്ക് ചെയ്താൽ അവർക്ക് അത് കൊടുത്തോണം ശമ്പളം, ഫുൾ സാലറി. അത് കഴിഞ്ഞ് ഈ ബാക്കി 8 മണിക്കൂർ, 2 മണിക്കൂർ എന്ന് പറയുന്നത് തന്നെ അധിക വേതനമായിട്ട്, എക്സ്ട്രാ ടൈമായിട്ട് കണക്കാക്കണം. ആ രീതിയിൽ ഇവരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കണം. മാത്രമല്ല ഇവർക്കൊരു ജോബ് സെക്യൂരിറ്റി കൊടുക്കണം, അവരുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ. അതായത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, എന്നോടത്തേക്കുണ്ട്, ഇവിടുത്തെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് 60 വയസ്സാണ് എന്ന് ഒന്ന് തീരുമാനിക്കാനും കൂടെ ഉള്ള ഒരു നിയമം ഇവിടെ വേണം. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ അന്നാ സെബാസ്റ്റ്യന്മാരുണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കുട്ടിയുണ്ടല്ലോ, വളരെ അതിൻ്റെ ചെറുപ്പത്തിൽ പ്രൈം യൂത്തിൽ മരിച്ചുപോയ ആ കുട്ടിയുടെ അതിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ നേറുകയാണ്. ഇനി ഇതുപോലെ അന്നാ സെബാസ്റ്റ്യന്മാർ ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ നാട്ടിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ കണ്ണീര് കുടിക്കുന്ന അച്ഛനും അമ്മമാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.